വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോയാണ്. കുക്കിംഗ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു കുക്കൊന്നും അല്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് കുക്കിംഗ് അത്ര നന്നായിട്ടൊന്നും അറിയില്ല. ഇപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യും. എല്ലാം കൂടുതലും ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. പക്ഷേ ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇതാണെങ്കിലും ആ ഒരു പ്ലാൻ പാളി. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന്. ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ. അപ്പോൾ അന്ന് നമ്മൾ ചിക്കൻ മേടിച്ചത് ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതെടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചിക്കൻ കറിയുടെ ആ ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ യൂഷ്വലി കുക്കിംഗ് ചെയ്യുമ്പോൾ കൂടുതലും യൂട്യൂബിലെ റെസിപ്പിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്. മിക്കവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ചിക്കൻ്റെ റെസിപ്പി ഇതൊന്നുമല്ല, എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. എനിക്കറിയില്ല, ഞാൻ ചെറുപ്പം മുതലേ കഴിക്കുന്നതും ഇപ്പോഴും എനിക്ക് കഴിക്കാൻ ഇഷ്ടമായ ഒരു ചിക്കൻ കറിയാണ്. എനിക്ക് വേറെ എവിടെ പോയാലും എനിക്ക് കറി, ഈ മമ്മിയുടെ കറിയുടെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല കേട്ടോ. ഇങ്ങോട്ട് മൂവ് ചെയ്ത് പിന്നെയാണ് കുക്കിംഗ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്ന ഒരു 2 days കഴിഞ്ഞപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് റെസിപ്പി ചോദിച്ചു. അങ്ങനെ ആ റെസിപ്പി മേടിച്ച് അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആ ഒരു റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്യാറ്. കൂടുതലൊന്നല്ല, ഞാൻ ആ ഒരു ടൈപ്പിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് വേറെ ഒന്നും റെസിപ്പി നോക്കാനായിട്ടുള്ളൊരു തോന്നിയിട്ടുമില്ല. കാരണം അത് കഴിച്ച് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വൺസ് അഗൈൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചൂടായ കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണേ. ഈ ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് സവാള, ചുവന്നുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ സവാള വരട്ടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടാണ് വരട്ടാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളി ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ വരട്ടിക്കൊണ്ടിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പം എന്താ എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നു കേട്ടോ. ഇപ്പം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ആ ഒരു ടൈമിലൊക്കെ നമ്മൾ യൂഷ്വലി ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഇതാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചായിരുന്നു ബേസിക്കലി. അപ്പോൾ എൻ്റെ മമ്മി ഇങ്ങനെ പറയും വന്നെൻ്റെ കൂടെ നിന്ന് പഠിക്കുക, കുക്ക് ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പോൾ അമ്മ പറയും ഫ്യൂച്ചറിൽ ഇതൊക്കെ ആവശ്യം വരും, പഠിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എന്താ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബൊക്കെ ചെയ്താൽ പോലെ, യൂട്യൂബ് ഉള്ള കാലത്തോളം ആരും പേടിക്കേണ്ട, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വല്ല കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഉണ്ട്, സ്റ്റിലുണ്ട്, നമുക്ക് റെസിപ്പി നോക്കിയിട്ടുണ്ടാക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന ഒരു ഫുഡ്, അമ്മമാരുണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എനിക്കറിയില്ല, ഞാനിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ ഓക്കെ ഇപ്പം കറക്റ്റ് നമ്മൾ സാധനമൊക്കെ ഇടുന്നു, മസാലയൊക്കെ ഇടുന്ന എല്ലാം കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആ ഒരു ടീസ്പൂണൊക്കെ കറക്റ്റായിട്ട് ഇട്ടാലും ഇപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. അത് ചിലപ്പോൾ ഇവരുണ്ടാക്കുന്ന ഒരു ഇതിൻ്റെ സ്വാദായിരിക്കും. ഐ ഡോണ്ട് നോ. അതായത് ഞാൻ ഇത്ര മിസ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ. ആദ്യമായിട്ടൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എനിക്കത് വലിയൊരു ടാസ്ക്കായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ ചിന്തിക്കുമ്പോൾ ചിക്കൻ സവാളയൊക്കെ അരിയണം, അതിൻ്റെ എനിക്ക് പെട്ടെന്ന് കണ്ണ് തന്നെ ഇതുണ്ടാക്കണം, പിന്നെ അതിനുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ റെഡിയാക്കണം. പക്ഷെ ഇപ്പം എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ഉള്ളി ആവശ്യത്തിന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അങ്ങനെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണേ. അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ ആ ചിക്കനിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് ആവശ്യത്തിന് ഗ്രേവിയായി വരുന്നുണ്ടായിരുന്നു.
ഞാൻ ഉണ്ടാക്കുമ്പോൾ യൂഷ്വലി അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. ഓൾറെഡി ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് നല്ല ഗ്രേവി കിട്ടാറുണ്ട്. ഇൻ കേസ് വെള്ളം വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം, ചൂടുവെള്ളം കുറച്ച് തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യാറുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചിക്കനാണ്, അത്യാവശ്യത്തിന് ഗ്രേവിയുണ്ട്. ഈ ഗ്രേവി മതി. നമുക്കിനി വേണമെങ്കിൽ മാത്രം വെള്ളം കുറച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി. പക്ഷേ ഈ ഗ്രേവി ഓക്കെയാണ്. ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ചൂടോടെ ചെറിയൊരു പീസ് എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ കഴിച്ചാലാണ് എനിക്ക് തൃപ്തി വരുള്ളൂ. ചൂടോടെ കഴിച്ചു നോക്കും ഞാൻ അപ്പം തന്നെ. ഇച്ചിരി എരിവ് കൂടുതലാണ്. എനിക്ക് ഓക്കെയാണ് കേട്ടോ. എനിക്ക് ചിക്കനും ബീഫിനും ഒക്കെ കുറച്ച് കുരുമുളകിൻ്റെ ഇത് കൂടുതലുള്ളതാണ് ഇഷ്ടം. എന്നാലും ആ ഒരു ഇത് കിട്ടുള്ളൂ.